മറുഭാഗത്തിൽ ആദ്യം ചെയ്ത സീൻ തന്നെ കട്ട് ചെയ്തിട്ടില്ലേ? വന്നില്ല. അത് ഞാൻ അന്ന് അസോസിയേറ്റ് ആണ്, സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്ത് അസോസിയേറ്റ് ആയിട്ട് നിൽക്കുമ്പോ ഒരാൾ വന്നില്ല ആ സീൻ ചെയ്യണത്. അപ്പൊ എന്നോട് ഡയറക്ടർ പറഞ്ഞു, നീ ഒരു മണിയേട്ടൻ വില്ലേജ് ഓഫീസർ ആയിട്ടിരിക്കുമ്പോ ഒരു ചായ കൊണ്ടുപോയി കൊടുക്കുന്ന സീനാണ്, ഒരു ഡയലോഗ് ഉണ്ട്, നീ അത് പറയാൻ നിൽക്കണ്ട, വൈക്ലഭ്യം വരും, അത് കൊണ്ടുപോയി വെച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ ഇങ്ങോട്ട് പോരും എന്ന് പറഞ്ഞു ക്യാമറയിൽ. അപ്പൊ ആ സീൻ എങ്ങനെയെങ്കിലും കവർ ചെയ്യണമല്ലോന്ന് പറഞ്ഞ് ഞാൻ ആ ചായ കൊണ്ടുപോയി വെച്ച്. അപ്പൊ മണിയേട്ടൻ എന്തോ ചോദിച്ച്, ഞാൻ പറഞ്ഞത് നല്ലൊരു കൗണ്ടറായി പോയി തിരിച്ച് പറയുകയും ചെയ്ത് ഇങ്ങോട്ട് പോന്നു. ആ എപ്പിസോഡ് വൈറലായി. അതോടെ പിന്നെ ഞാനില്ലാത്ത എപ്പിസോഡില്ല. അന്നാ സലീമോന്ന് എന്തെങ്കിലും പറയട്ടെ, അങ്ങനെ ആയിപ്പോയതാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ നടനാക്കി. പിന്നെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. മുല്ലപ്പൂമ്പൊടി കയറ്റി കിടക്കും, കല്ലിനുണ്ടാകും. അപ്പൊ ഗംഭീര ആക്ടേഴ്സിന്റെ ഇടയിൽ പോയി അവരുടെ ഒപ്പം നിന്നപ്പോ അങ്ങനെ ആയിപ്പോയതാണ്. എന്റെ തെറ്റല്ല, എന്റെ തലയിൽ പ്ലീസ്. ഇത് ഞാനല്ല, ആയിപ്പോയതാണ്. എന്റെ ആക്ടിങ് ഇങ്ങനെയല്ല, ഇതെന്റെ അല്ല. അല്ല, അത് വെറുതെ പറഞ്ഞാണ്. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുകയും അതിനുവേണ്ടി അലയൊക്കെ ചെയ്തതിന്റെ ഒരു റിസൾട്ട് ദൈവം തന്നതായിരിക്കും. ജനങ്ങളെ വെറുപ്പിക്കാതെ ഈ മേഖലയിൽ നിന്നു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നസീർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ നമ്മളെ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ചിലപ്പോൾ പോകാതിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ പേരിൽ വന്ന സിനിമകൾ ചിലപ്പോൾ നസീർക്ക് ഗുണകരമാകാതെ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഗുണമാകണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അതിൽ പോകണമല്ലോ എന്ന് ചിന്തിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഒരു നോ പറയുന്ന ഒരു വ്യക്തിയാണോ? ഫ്രണ്ട്സ് എന്നതിനേക്കാൾ ഉപരി ഇപ്പൊ നമ്മുടെ തുടക്കകാലത്ത് നമുക്ക് സിനിമകൾ തന്ന് സഹായിച്ച സംവിധായകരുണ്ടാവില്ലേ, അന്ന് ആ കാലത്ത് അന്ന് അവർ ഭയങ്കര തിരക്കുള്ള ആൾക്കാരായിരിക്കും, നമ്മൾ താരതമ്യേന പുതുമുഖങ്ങളായിരിക്കും. അപ്പോഴും നമ്മളെ ചേർത്ത് പിടിച്ച ആൾക്കാരുണ്ട്. പിന്നീട് ഒരു കാലം കഴിയുമ്പോൾ അവരുടെ സമയം മോശമാകുകയോ നമ്മൾ കുറച്ച് നന്നാവുകയും ചെയ്യുമ്പോൾ അവർ വിളിക്കുമല്ലോ, അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോകും. അപ്പോഴല്ലേ നമ്മളവരെ ഹെൽപ്പ് ചെയ്യണ്ടേ. അതിൻ്റെ അകത്ത് ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഒന്നും ആയിരിക്കില്ല നോക്കുന്നത്. നമ്മളൊന്നും അല്ലാതിരുന്ന സമയത്ത് നമ്മളെ സഹായിച്ചവർക്ക് ഒരു മോശം സമയം വരുമ്പോൾ നമ്മളാൽ പറ്റുന്ന ഒരു ഹെൽപ്പ് സഹായം, അതിൽ സുഹൃത്ത് ബന്ധമൊന്നോ അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. ഹാപ്പി ആയിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അവസ്ഥ അറിഞ്ഞുകൊണ്ട് അതെന്തുമായിക്കോട്ടെ, അതെനിക്ക് വിഷയമേ അല്ല. കാര്യം അത് ഞാൻ ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അതിലുപരി എനിക്ക് അവരോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് വന്ന വഴി എന്ന് പറയുന്നൊരു സംഭവമില്ലേ നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? എത്ര കയറിപ്പോയാലും ഫുള്ളായിട്ട് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്ത ആൾക്കാർ പിന്നെ ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കളാണെങ്കിലും നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് പറയാൻ വേണമെങ്കിൽ, ഞാൻ പറഞ്ഞ അല്ലാത്തുള്ള ഞാൻ പറയട്ടോ, അല്ലാത്ത സുഹൃത്ത് ബന്ധത്തിന് ഞാൻ പറയണത്, നമുക്ക് ഇപ്പം നല്ല പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്രയും ഗുണകരമല്ലാത്തൊരു സാധനമാണെങ്കിൽ പോണോ വേണ്ടയോ എന്ന് നമുക്ക് ഡിസിഷൻ എടുക്കാം. അവരോട് കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ അവസ്ഥ അവരെ ബോധിപ്പിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ, അല്ലേ, വേണോ വേണ്ടയോ തീരുമാനിക്കാം. അതിന് അവകാശം നമുക്കുണ്ട്. അല്ലാതെ സുഹൃത്ത് ബന്ധം മാത്രം വെച്ചിട്ട് എന്തിനും പോയി നമ്മൾ നിൽക്കുക എന്നുള്ളതല്ല. അതെ, അങ്ങനെ മാത്രം പടം ചെയ്യുന്നതിൽ കാര്യമില്ല. അതിലങ്ങനെ കാര്യമില്ല. അങ്ങനെ ചെയ്തിട്ട് കാര്യം ശരിയാ. കാര്യം തന്നെ അറിയോ, നമ്മുടെ കുറച്ച് സ്റ്റോക്കല്ലേ ഉള്ളൂ അഭിനയത്തിന്റെ. ഇത് പെട്ടെന്ന് ചിലപ്പോൾ മടുത്തു പോയാൽ കഴിഞ്ഞു. അപ്പോൾ അത് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ വരുന്നതാണ് നല്ലത്. അതാണൊരു സേഫ് അല്ലേ കളിയതാണ്. ശരിയാ, അത് പോയിന്റ് ആവുന്നത് കറക്റ്റാണ്, പോയിന്റ് ആവുന്നത്. ഇപ്പം ആസിഫൊക്കെയാണെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഫിലിമിൽ മലയാള സിനിമയിലൊരു കടപ്പാട് എന്ന് പറയുന്നത്, ലൈബിലിറ്റി, നമുക്കൊരു കമ്മിറ്റ്മെൻറ്റും ഒക്കെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ്. കാരണം അൻവർ എന്ന് പറഞ്ഞ സജസ്റ്റ് ചെയ്യുന്നത് വൃത്തിയാണ് ആണല്ലേ. എങ്ങനെയായിരുന്നു അത്? വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്ന ഒരു സിനിമയില് ഡോക്ടർ ബിജുവിന്റെ ഒരു പടത്തിൽ ഞാൻ പാകിസ്ഥാനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനായിട്ട്. അപ്പൊ ഞാൻ അതിനു മുമ്പ് ലാലേട്ടന്റെ മേജർ രവി ഡയറക്ട് ചെയ്ത കുരുക്ഷേത്രയില് ഒരു പാകിസ്ഥാനായിട്ട് അഭിനയിച്ചു. അപ്പൊ കുരുക്ഷേത്രയിലെ പാകിസ്ഥാനിയാണെന്നുള്ളത് കൊണ്ട് എന്നെ ഡോക്ടർ ബിജുവിന്റെ പടത്തിലേക്ക് റെഫർ ചെയ്ത് സന്തോഷമാണ്. അങ്ങനെയൊക്കെ ഞാൻ ലഡാക്കിലെത്തി. അപ്പൊ അവിടെ ആ പാകിസ്ഥാനി പെർഫോമൻസിന് ശേഷമാണ് അൻവർ തുടങ്ങുന്നത്. സ്റ്റാർട്ട് ചെയ്തത്. വന്നപ്പോൾ നമ്മളുടെ ഒരു നല്ല സമയത്തിൽ അൻവറിൽ ഈ ക്യാരക്ടർ ചെയ്യാൻ, ഞാൻ ചെയ്ത കഥാപാത്രം ചെയ്യാനുള്ള
ആരോ ആർട്ടിസ്റ്റിനെ അന്വേഷിച്ച് അവരിങ്ങനെ ഫൈനൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ശരി. അപ്പോൾ പൃഥ്വിനെന്തോ നമ്മൾ ആ സമയത്ത് ഓർമ്മ വന്നു, അല്ലെങ്കിൽ ആരോ അത് ഓർമ്മിപ്പിച്ചിട്ടുണ്ടാവും ചുറ്റും. പൃഥ്വിനെ ഓർപ്പിച്ചതാകാം, അല്ലെങ്കിൽ അപ്പോൾ പുള്ളിയാണ്, അദ്ദേഹമാണ് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. ഞാൻ സോറി, ഈ വീട്ടിലേക്കുള്ള വഴി എന്നുള്ള പറഞ്ഞപ്പോൾ പണ്ട് ട്രിവാൻഡ്രത്തിന് പോകുമ്പം സൈഡിൽ വലിയ ഹോർഡിങ്സ് വെച്ചിരിക്കുന്നു, വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു ഈ പടത്തിൻ്റെ. ശരി. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലേക്കുള്ള വഴി എന്നുള്ള ബോർഡ് വരെ വന്നിരിക്കുന്നു വീണ്ടും. എനിക്ക് സിനിമയിലേക്കുള്ള വഴിയായി. എങ്ങനെയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു വഴി ആലോചിക്കുമ്പോൾ കണ്ണുമ്പി എഴുതി വെച്ചിരിക്കുന്നു വീട്ടിലേക്കുള്ള വഴി. ഇത് വീട്ടിലെ ഊണ് കഴിച്ച് മടുത്ത് പുറത്തിറങ്ങുമ്പോൾ മുഴുവൻ വീട്ടിലെ ഊണാണല്ലോ. അത് പോയിന്റാണ്. അപ്പൊ ചിലര് വീട്ടിലോട് മടുത്ത് കഴിഞ്ഞാല് വെളിയിലിറങ്ങും, വീട്ടിലോട് കേറാം, വേറെ വീട്ടിൽ ഊണെന്നുള്ളതൊക്കെയാണ് കയറുന്നത്. വീട്ടിലൂടാണോ ഇഷ്ടം? പുറത്തൊക്കെ പോകുമ്പോ നാടൻ ഫുഡാണോ സെലക്ട് ചെയ്യുന്നത്, അതോ ഈ പറയുന്ന ബിരിയാണി? നാടൻ ഫുഡാണ്. ഞാൻ മസാല ദോശ ഭൂരിഭാജിയുടെ ആളാണ്. വീട്ടിലെ ഭക്ഷണത്തിന് നമുക്ക് ഗ്യാരണ്ടി ആണല്ലോ. അതെ, 100% 100% ഗ്യാരണ്ടി. വേറെ പ്രശ്നം, വേറെ രുചിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ സലീമൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ പല ജീവിതാനുഭവങ്ങൾ അല്ലെ ജീവിതത്തിലെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസ് ഒക്കെ ക്യാരക്ടർ ചെയ്യുമ്പം അതിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു പെർട്ടിക്കുലർ സീൻ ഉണ്ടെങ്കിൽ, അല്ലെ അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കും, അല്ലെ അങ്ങനെ ചെയ്ത? അങ്ങനെ നമ്മൾ ചെയ്ത പടത്തിൽ മെയിനായിട്ട് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. പഞ്ചായത്ത് കെട്ടി നമ്മൾ അന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ മെമ്പറായിരുന്ന സമയത്ത് ഒരു യാത്രാക്ലേശമുള്ള ദ്വീപില് ലോൺ എടുത്തിട്ട് ബസ് എടുക്കുകയും അതിലൂടെ എന്താണ് പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെയാണ് അതിൽ പറഞ്ഞത്. ജീവിതത്തിൽ അനുഭവിച്ച പല സീനുകളും അതിൽ വർക്കൗട്ട് ആയിട്ടുണ്ടായില്ല. ഏറ്റവും നന്നായിട്ട് ആളുകൾ ഇഷ്ടപ്പെട്ട് പറഞ്ഞത്, ഒരു ബാങ്കിൽ വന്ന് ബസ് ജപ്തി ചെയ്ത് ലേലത്തിൽ വിറ്റ മാനേജറോട് ഉള്ളു തകർന്ന് സംസാരിച്ച് തിരിച്ചു പോണ ഒരു സീനുണ്ട്. അപ്പൊ അതില് വലിയ കരച്ചിലും ബഹളവും അല്ല, പക്ഷെ തകർന്ന് നിൽക്കണമെങ്കിൽ ഇന്ന് ജനങ്ങൾക്ക് കിട്ടും, എന്നാൽ ചിരിയുമുണ്ട് മുഖത്ത്. ആ ഒരു സിറ്റുവേഷൻ ചെയ്ത് പടത്തിൽ നല്ല വർക്കാകുകയും അതിന്റെ ജീവിതത്തിൽ ഒറിജിനൽ അനുഭവിച്ചിട്ടുള്ള ഒരു സീനുമാണത്. ആണല്ലേ? പണ്ട് അല്ലേ? അതെ അതെ. അപ്പൊ അങ്ങനെ പല സ്ഥലത്തും, ഇപ്പൊ മറിമായത്തിലായാലും സിനിമകളിലായാലും, ഇപ്പൊ നസീർക്ക് ഈ പടത്തിന്റെ ഇടയിൽ പറഞ്ഞു ഒരു 3-4 സിനിമക്കുള്ള ഡയലോഗ് ആവുന്നൊന്നും പറയണ്ടല്ലോ, എന്തെങ്കിലും പറഞ്ഞോന്ന് പറയും. എന്തെങ്കിലും റഹ്മാൻ പറഞ്ഞോന്ന് പറഞ്ഞാൽ അരമണിക്കൂർ ഒറ്റയ്ക്ക് കൊണ്ടുപോകളെ ആ സിനിമയുടെ 3-4 പടത്തിനുള്ള ഡയലോഗ് ആവുന്നൊന്നും പറയണ്ടല്ലോ, ആവശ്യത്തിനുള്ള പറഞ്ഞാൽ മതി എന്ന് പറയും.